നമസ്കാരം. ടെഡി ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടമടക്കം നിലവിൽ വന്നു. അതെല്ലാം തന്നെ പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ സ്ഥാനാർത്ഥികളടക്കം അവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് കേരളീയം സംസ്ഥാന പ്രസിഡന്റ് മനോജ് കോട്ടയം. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, നിലവിൽ എന്തുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യത തന്നെ അയോഗ്യനാക്കി അദ്ദേഹത്തെ മാറ്റും എന്നുള്ളതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയല്ല അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഒരു സർക്കാരിൻ്റെ തീരുമാനമാണ്. സർക്കാർ അത് മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി ഈ മൈക്ക് ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ, അനൗൺസ്മെന്റിന് ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനങ്ങളാണ് ഇത്രയും കാലം അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. പെർമിറ്റ് എന്ന് പറയുന്ന തുണാപ്പോർട്ടിലുള്ള ഓപ്ഷൻ, ആ ഓപ്ഷൻ്റെ അകത്ത് ഏത് കാറ്റഗറി വാഹനമാണെന്നുള്ളതില്ലായിരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും എല്ലാം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ADGP അത് ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിന് റിപ്പോർട്ട് കൊടുത്തു. അതങ്ങനെ മന്ത്രിസഭയുടെ അംഗീകാരത്തിലേക്ക് വന്നു. ആ മന്ത്രിസഭ അത് പാസാക്കി ഗവർണർ ശുപാർശയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് നടപ്പാക്കിയതിൻ്റെ ഒരു ഉത്തരവാണ് ഇന്നിപ്പം നിങ്ങളുടെ കൈവശം ഞങ്ങൾ തന്നിട്ടുള്ളത്. അതിൽ മോട്ടോർ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും ഈ സ്വകാര്യ വാഹനം ഉപയോഗിച്ചാൽ, ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മളൊന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ഏത് സ്ഥാനാർത്ഥിയും ആവട്ടെ അങ്ങനെ ആ വൈലേഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എതിർ സ്ഥാനാർത്ഥികൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മളത് അവർ ഉപയോഗിക്കണമെന്നല്ല പറയുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ അഥവാ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഒരു സഹായം എന്ന രീതിയിൽ, അല്ലെ മൈക്ക് സെറ്റുകാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്ക് അവരതിനെ കണ്ണടച്ചാൽ തോൽവി സംഭവിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും ആ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഇത് ഉപയോഗിച്ചെങ്കിൽ അവരെ അയോഗ്യത കൽപ്പിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം. കാരണം ഇതൊരു മോട്ടോർ നിയമമാണ്, അതോടൊപ്പം തന്നെ മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി ഇത് പാസ്സാക്കിയ നിയമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ ഊബർ അടക്കമുള്ള ഇത്തരം വാഹനങ്ങൾക്ക് വിലക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ കേരള സംസ്ഥാനമല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ വിലക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നമ്മുടെ ഗോവ ഇന്ത്യയിൽ തന്നെയാണല്ലോ. ഗോവയിൽ അവിടുത്തെ ടൂറിസത്തിനെ കണ്ടമാനം ബാധിക്കുന്നു എന്ന് പറഞ്ഞു അവിടുത്തെ ഗവൺമെന്റ് അതിന് നിരോധനം ഏർപ്പെടുത്തി. അത് അവിടുത്തെ ടൂറിസത്തെ ബാധിക്കുന്നു എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു. അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആ ടൂറിസമാണ് ആ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത്. അതിന് ഇതുപോലുള്ള സംവിധാനങ്ങൾ വന്നപ്പോഴത്തേന് ഭയങ്കര ആ വരുമാനം നിലയ്ക്കുന്ന സാഹചര്യം വന്നപ്പം അങ്ങനെ ആ ഗവൺമെന്റിന് തീരുമാനം എടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കേരള ഗവൺമെന്റ്. അതൊരു GSTയുടെ ഭാഗമാണ്. ഇവർ മേടിക്കുന്ന തുകയുടെ GST അവിടെ ചെല്ലുന്നുള്ളൂ. അതായത് ഒരു ഫിക്സഡ് റേറ്റ്, ആ റേറ്റിനെ അടിസ്ഥാനമാക്കി ഗവൺമെന്റ് ഇട്ട റേറ്റിലും താത്ത് അല്ലെങ്കിൽ അതിലൊക്കെ വളരെ ഭീമമായി കുറയ്ക്കുമ്പോഴത്തേനും സർക്കാരിന് ലഭിക്കേണ്ട GST അതൊരു വലിയ വരുമാനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഒരു സ്റ്റേറ്റിനാണെങ്കിലും ഒരു കൺട്രിക്കാണെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ അവർ കണക്ക് കൂട്ടി. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ അവിടെ നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചാണ് അതറിഞ്ഞിട്ടുള്ളത്. അപ്പം നിലവിൽ ഇപ്പൊ യൂബർ ഗോവയിൽ അനുമതിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ. ഇനി മറ്റൊന്ന് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇക്കഴിഞ്ഞ നാളിൽ മൂന്നാറിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഒരു വിനോദസഞ്ചാരി വരികയും കാറ് തമ്മിൽ, അതായത് കാറുകാർ അവിടെ അവർ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ, എന്താണെന്ന്? അതായത് മൂന്നാറിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു വിദേശ ടൂറിസ്റ്റ് മൂന്നാറിൽ വരികയും അവര് ഈ യൂബർ എന്ന് പറയുന്ന കമ്പനിയുടെ ടാക്സി ഡ്രൈവർമാർ, ആ കമ്പനിയിൽ കോൺട്രാക്റ്റായി ഓടുന്ന ടാക്സി ഡ്രൈവർ, അവരെ യൂബർ ഡ്രൈവർമാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ യൂബർ കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് പബ്ലിക്കിനോടും അതുപോലെ അതിൽ സർവീസ് നടത്തുന്ന തൊഴിലാളികളോടും, തൊഴിലാളി എന്നും പറയാൻ പറ്റില്ല അവരെ,
അവർ ഒരു കോൺട്രാക്ടേഴ്സാണ്. അതായത് നമ്മളിപ്പം ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ആ കമ്പനിയുടെ ആപ്പ് ഉപയോഗിക്കുന്നതിന് അതിലൊരു കോൺട്രാക്റ്റാണ്. അത് പ്രകാരം അവരവിടെ ഓട്ടം എടുക്കാൻ ചെല്ലുകയും അവിടുത്തെ പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ തടയുകയും ചെയ്തു. എന്നാൽ അവർ തടയാനുള്ള കാരണം അവരുടെ തൊഴിലിന് ഭീഷണി അല്ലെങ്കിൽ അവരുടെ തൊഴിലിന് തടസ്സം വരുത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവർ തടഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിൽ കുറെ കയ്യാങ്കളിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കയ്യാങ്കളിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിനോടല്ല ഞങ്ങളുടെ യോജിപ്പ്. മറിച്ച് ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിലവിൽ കേരളത്തിലെ നിരത്തുകളിൽ ഓടാൻ ലൈസൻസ് ഇല്ലെന്നുള്ള ഞങ്ങളുടെ വാദം അത് ശരിവെക്കുന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അതോടൊപ്പം തന്നെയുള്ള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും ഒക്കെ പുറത്തുവിട്ട രേഖകളും പറഞ്ഞത്. അതിൽ ഈ അഗ്രിഗേറ്റർ പോളിസി എന്ന് പറയുന്ന ഒരു സംവിധാനം 2019 കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ തീരുമാനിക്കുകയും 20 അത് തീരുമാനമായി. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഈ പോളിസിയുടെ കീഴിൽ ഇതുപോലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അതിലിപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓടുന്ന ടാക്സിക്കാർ മാത്രമല്ല ഗിഗി വർക്കേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് തന്നെ. ആ ഗിഗി വർക്കേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഇവര് നമ്മുടെ സമാറ്റ പോലുള്ള അത് എല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരു കോൺട്രാക്റ്റാണ്, അല്ലാതെ അവർ തൊഴിലാളി വിഭാഗം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ അഗ്രിഗേറ്റർ പോളിസി ഇല്ലാത്തതിന്റെ ഫലമായിട്ട് ആണ് കൂടുതലും അങ്ങനെ മന്ത്രി പറഞ്ഞതിന് ശേഷം അതിലേക്ക് കേന്ദ്രീകരിച്ചു കാര്യങ്ങൾ. എന്നാൽ മൂന്നാറിലുണ്ടായ ദാരുണമായ അവസ്ഥ അല്ലെങ്കിൽ ആ സാഹചര്യം അത് നമുക്ക് ഈ മേഖലയിൽ പണിയെടുക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ടൂറിസം ആവട്ടെ, കേരളത്തിലെ ടൂറിസം ആവട്ടെ, വളർത്തിയതും വളർന്നുകൊണ്ടിരിക്കുന്നതും അതിലൊരു നല്ല ശതമാനം പങ്ക് വഹിച്ചവരാണ് ഇവിടുത്തെ ടാക്സി തൊഴിലാളികളായ പരമ്പരാഗത തൊഴിലാളികളും പാക്കേജ് ഡ്രൈവർമാർ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വൺ സൈഡ് സിസ്റ്റമാണ്. അതായത് കമ്പനി നമ്മളോട് നമ്മൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ കമ്പനി നമ്മളോട് എവിടെ പോകാനാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്ഥലം പറയുന്നു, കമ്പനി ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നു. ആ റേറ്റ് നമുക്ക് ആക്സെപ്റ്റ് ആണെങ്കിൽ അത് ഈ ഡ്രൈവറിന് ഹാൻഡ് ഓവർ ചെയ്ത് അയാളുടെ ഡീറ്റെയിൽ അവിടെ കൊടുക്കുകയാണ്. അപ്പം ഇവർ ഈ വൺ സൈഡ് സിസ്റ്റം ഇവർ നടപ്പാക്കുന്നതാണ് അവിടെ ഒരു തർക്കത്തിന് ഇടയാക്കിയത്. കാരണം പകുതി പൈസയ്ക്ക് മൂന്നാറിൽ വരുന്നു, അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് വീണ്ടും അവിടെ നിന്നും എറണാകുളത്തേക്ക് ട്രിപ്പ് എടുക്കുക. അപ്പോൾ നിലവിൽ അവിടെയുള്ള പരമ്പരാഗത തൊഴിലാളികൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം ഉള്ള വാടകയുണ്ട്. ഈ പരമ്പരാഗത തൊഴിലാളികൾ വാങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സർക്കാർ ഒരു മിനിമം വാടക 250, 5 കിലോമീറ്ററിനും പോയിട്ട് വരുന്ന കിലോമീറ്റർ 18 രൂപ, ആ ക്രമത്തിൽ അവർ ഓടുന്നത്. അപ്പൊ അവരവിടുന്ന് മൂന്നാറിൽ നിന്ന് എറണാകുളത്ത് പോയിട്ട് തിരിച്ച് അവർക്ക് മൂന്നാറിലേക്ക് വരാനുള്ള വാടകയും കൂടി കസ്റ്റമർ നൽകണം. എന്നാൽ യൂബർ വിളിച്ചാൽ ആ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മുടെ പബ്ലിക് അതിനെ കൂടുതലായി യൂസ് ചെയ്യുന്നു. അപ്പൊ അതൊരു മോട്ടോർ നിയമ ലംഘനമാണ്. അത് കമ്പനിയുടെ പോളിസിയാണ്, ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പോളിസിയല്ല. ഇവർക്ക് ഈ യൂബർ തുടങ്ങിയ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ കാലഘട്ടത്തിൽ എറണാകുളം ബേസ് ചെയ്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയം സൈഡിലേക്ക് വന്ന പൂത്തട്ട, നമ്മൾ തൃശ്ശൂർ സൈഡിലേക്ക് പോയാൽ അങ്കമാലി, അതുപോലെ ആലപ്പുഴ സൈഡിലേക്ക് പോയാൽ അരൂര്, ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കിക്കൊണ്ട് കമ്പനി അത് എന്തെടുത്തു, ഇന്റർസിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ എറണാകുളത്ത് ഓടുന്നവർക്ക് കോട്ടയത്ത് വരാം, തിരുവനന്തപുരത്ത് പോകാം, ഇങ്ങനെ ഒരു ഇന്റർസിറ്റി സിസ്റ്റം നടപ്പാക്കി. അപ്പോൾ ഈ നമ്മുടെ തൊഴിൽ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട വേതനം അത് കമ്പനി വേറൊരു തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടതിന്റെ അടിസ്ഥാനമായിട്ടാണ് ഇവർക്ക് ഈ റേറ്റ്. അത് ഇവർക്ക് തന്നെയാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്. ഈ യൂബറിൽ ഓടുന്ന തൊഴിലാളികൾക്ക് തന്നെ അവരതിന്റെ നഷ്ടം ഇതുവരെ അവർ കണക്കിലെടുക്കുന്നില്ല. അവർക്ക് അവർ വിചാരിക്കുന്നത് കോട്ടയത്ത് നിന്ന് കൊല്ലം പോയി ഇങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ആ ഇതിലൂടെ. പക്ഷെ അവർക്കുണ്ടാകുന്ന ലോസ്, ഭീമമായ ലോസ് അവർക്കുണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം വരെ 1400 രൂപ അവർക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഡീസലും ഈ കമ്പനി മേടിക്കുന്ന 350 രൂപ കമ്മീഷനും കഴിച്ചിട്ട് തുച്ഛമായ പൈസ പോലും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും തികയുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഈ തൊഴിലാളി വിഭാഗത്തിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ ഇന്ന് ഇതിന്റെ പിന്നിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ, ഇതൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്ന ഈ പോളിസിയാണ്. ആ പോളിസി പ്രകാരം നിലവിൽ യൂബറിന് ഇവിടെ ഓടാൻ അനുമതിയില്ല. യൂബർ ആണേലും ഓലയാണേലും ഇതുപോലുള്ള ഏത് പ്ലാറ്റ്ഫോമിനും
കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഓടാനായിട്ടുള്ള അനുമതിയില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അപ്പം എത്രയും വേഗത്തിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കപ്പെടുന്ന മൾട്ടിനാഷണൽ കമ്പനി അവരെ ബാൻ ചെയ്തുകൊണ്ട് സർക്കാർ എടുക്കേണ്ട തീരുമാനം. ഏതാണ്ട് 10 വർഷമായി ഇവിടെ സർവീസ് നടത്തുന്ന ഇവർ ഇല്ലീഗലായിട്ട് നടത്തപ്പെടുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ 350 അല്ലെങ്കിൽ 600 700 ഒക്കെ ഈ കമ്മീഷൻ വാങ്ങിക്കുന്ന പൈസയിൽ നിന്നും GST, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി അതിനെ തരണം ചെയ്യുന്ന സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗമാണ്. അത് സ്റ്റേറ്റിന് കിട്ടാനുള്ള 18, സെൻട്രലിന് കിട്ടാനുള്ള 18. ഈ തുക ഇവര് ഈ മേടിക്കുന്ന കമ്മീഷന്റെ ഭാഗമായിട്ട് അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം. അപ്പൊ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു പോളിസി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരക്കാർ എങ്ങനെയാണ് ഇതുവരേക്കും ടാക്സി ഓടിച്ച് അല്ലെങ്കിൽ ഇതുവരേക്കും കാർ എല്ലാം യാത്രക്കാരൊക്കെ യൂസ് ചെയ്തത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നിലവിൽ ഈ കമ്പനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരിവിടെ പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യമല്ലേ? അതിൻ്റെ അകത്ത് കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളും ഭരണ സംവിധാനങ്ങളുടെ ഇടപെടലുകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളും ഉണ്ട്. ഇവർക്കൊക്കെ ഒരു വിഹിതം ഏതെങ്കിലും രീതിയിൽ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി രേഖാമൂലം സമർപ്പിക്കുകയും അദ്ദേഹം അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തി 4 ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്ക് അന്വേഷണ ചുമതല കൊടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ഇതുവരെയായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. അന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സ്വകാര്യ കമ്പനികളെ സംരക്ഷിക്കുന്നതിന് ഈ ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോപകാരം എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ ഇന്ന് വരെയും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇപ്പം ഈ തൊഴിലാളികൾ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്. ഇവിടെ വരുന്നത് ഈ ഓടുന്ന തൊഴിലാളികളാണ്. അവർ യൂബറിൻ്റെ ആളുകൾ അല്ലെങ്കിൽ യൂബറുമായി ബന്ധപ്പെട്ട് അവരാണ് അതിൻ്റെ ആളെന്നുള്ള രീതിയിൽ ഈ പരാതികളുമായി വരുമ്പോൾ അത് പോലീസ് പരിശോധന നടത്തണം. കാരണം ഇതിനൊരു അതോറിറ്റി ഉണ്ട്. നമുക്ക് ഏതൊരു സംവിധാനമാണെങ്കിലും അതിനൊരു അതോറിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ അതോറിറ്റിയാണ് ഇതിന് നിയമപരമായി പോകേണ്ടതും. അപ്പം ഇതൊക്കെ കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തേണ്ടത് ഈ തൊഴിലാളികളല്ല, അത് കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഉടമകൾ. ശരിക്കും ഇത് ഈ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന രാജ്യത്താണ്, അവിടെയാണ്, സാൻ ഫ്രാൻസിസ്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരിങ്ങനെ ഇന്ത്യയിലേക്ക് ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുക. അതൊരു 5 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ 5 പേരാണ് കേരളത്തിലുള്ളവർക്ക് ഫ്രാഞ്ചൈസി. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും തമ്മിലടിപ്പിക്കുന്നതിനും നല്ലൊരു ശതമാനം പങ്കുവഹിക്കുന്നത് ഈ ഫ്രാഞ്ചൈസികളാണ്. കാരണം ഇത് 3ഉം 4ഉമായിട്ട് ഇതിന്റെ വരുമാനങ്ങൾ ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വിഹിതം ഈ ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിയമവിരുദ്ധ സംവിധാനം നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ മേലേ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ വാഹനത്തിന്റെ ഫിറ്റ്നസ്, GPS അല്ലെങ്കിൽ ഞങ്ങളുടെ ടാക്സ് ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ സർക്കാർ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. വണ്ടി നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഒരു ലൈസൻസിങ് സമ്പ്രദായം നാളിതുവരെ ആയിട്ടും ഇത്രയും സാമ്പത്തിക ശേഷി ഉള്ള ഒരു സംവിധാനം അടയ്ക്കാതിരിക്കുന്നത്? അവർക്ക് ഇതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തൊരു കമ്പനിയല്ല. ലോകരാഷ്ട്രങ്ങൾ മൊത്തം കിടന്ന് ഓടുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇതുപോലുള്ള ഒരു പോളിസിയുടെ ഫീസ്, അതായത് 5 ലക്ഷമായിരുന്നു, അതിപ്പോൾ 10 കിട്ടും. ആ 10 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ സിഒമാർക്കൊക്കെ ഒരു ചായ കുടിക്കുന്ന പോലെയുള്ളൂ. അപ്പം ഈ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓടാമെന്നും ഇതൊന്നും ഇല്ലേലും പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇതിലേക്ക് നിരന്തരം ഇതിനെ എന്താണ് ഇതിനൊരു തടസ്സവാദങ്ങളുമായി എപ്പോഴും വരുന്നത് തൊഴിലാളികളാണ്. കമ്പനിയുടെ സിഒമാരോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ആരും തന്നെ. ഇവർക്കിപ്പോൾ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഈ ലൈസൻസ് ഇവർക്ക് ഇനി ലഭിക്കുന്നില്ല, അവർ കോടതിയെ സമീപിക്കണം. അതുപോലെ ഈ വിഷയത്തിൽ ഇവിടെയുള്ള ഒരു സംഘടനകളുമല്ല കോടതിയെ സമീപിക്കേണ്ടത്. ഇതിൻ്റെ അകത്തൊരു റൂളും നിയമവും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പിന്നിൽ പോകേണ്ടത്. എൻ്റെ അഭിപ്രായം അതാണ്. ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പാണ് കോടതിയെ സമീപിക്കേണ്ടത്. കാരണം ഈ ഗവൺമെൻറ്റിനുണ്ടായ ലോസ്, അത് ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസ്, പിന്നെ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇത്രയും കാലം
ഇവിടെ ഇത് ഓടുകയും ആ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ ഒരു വലിയ പിഴ ഈ കമ്പനിയിൽ നിന്നും സർക്കാരാണ് ഇറങ്ങി ഈടാക്കേണ്ടത്. അപ്പം ഇതൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ മനസ്സിലാക്കാതെ അവര് താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവരുടെ തൊഴിലിനെ അവരെ ഒരു വേറെ രീതിയിൽ വിഭജിക്കുക. ഇപ്പൊ ഈ അഗ്രികൾച്ചർ പോളിസി പ്രകാരം ഈ തൊഴിലാളികൾക്ക് കിട്ടേണ്ട കുറെ അധികം ആനുകൂല്യങ്ങളുണ്ട്. ഇവരുടെ വാഹനം ഈ കമ്പനി ഇതൊരു കോൺട്രാക്റ്റ് ആണല്ലോ, ആ കോൺട്രാക്ട് ബേസ് വെച്ചിട്ട് ഇവർ ഓടുമ്പോൾ ഇവർക്കൊരു അസുഖബാധിതനായി, അല്ലെങ്കിൽ ഇവരുടെ വാഹനം കേടുപാട് സംഭവിച്ചു, അല്ലെങ്കിൽ ഇവർക്കൊന്ന് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഈ കമ്പനി ഇവരെ സഹായിക്കണം. അത് ഈ അഗ്രികൾച്ചർ പോളിസി പ്രകാരമുണ്ട്. അതുപോലെ കുറഞ്ഞത് ഒരു 1000 വാഹനങ്ങൾ ഉണ്ടെങ്കിലേ ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവർ എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എവിടെ ഹാൾട്ട് ചെയ്യുന്നു അവിടെ ഇതിന്റെ ഈ, അതായത് ഇവർക്കുള്ള ഹാൾട്ടിങ് സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുക്കേണ്ടത് ഈ കമ്പനിയാണ്. അപ്പൊ ഇതൊന്നും യൂബർ പോലുള്ള, അതുപോലെ തന്നെ ഓരോ ജില്ലകൾ വിട്ട് അതായത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കയറുമ്പോൾ ആ വാഹനങ്ങൾക്ക് അവിടെ സർവീസ് നടത്താനുള്ള പെർമിഷൻ അത് ഇവർ വാങ്ങണം. അപ്പൊ ഈ കമ്പനിക്ക് ഇങ്ങനെയുള്ള ഒത്തിരി നൂലാമാലകൾ ഇതിൻ്റെ അകത്ത് നിൽപ്പുള്ളത് കൊണ്ടാണ് ഒരു വർഷമായിട്ട് ഇവർ പോകുന്നത്രം പോകട്ടെ എന്നൊരു തീരുമാനത്തിൽ പോയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കമ്പനിക്ക് ഇത് സാമ്പത്തികമായിട്ട് ചെയ്യാനാണെങ്കിൽ ധാരാളം വഴികളുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലുപരി ഈ പോളിസിയുടെ ഒരു കൃത്യതയും അതിൻ്റെ ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതികളും ഇവർക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർ നാളെ കേരളത്തിൽ സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒറ്റ തീരുമാനം എടുത്താൽ ഈ തൊഴിലാളികൾ എവിടെ പോകും? ഇന്നിവിടെ ഈ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലുന്ന തൊഴിലാളികൾ അവരെവിടെ പോകും? ഓൺലൈൻ ടാക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ എവിടെ പോകും? അതൊരു വലിയ ചോദ്യമല്ലേ. കാരണം ആ തൊഴിലാളികൾക്ക് നിലവിൽ കേരളത്തിൽ വാഹനം ഓടുന്നതിന് പെർമിറ്റാണ് ആവശ്യം, അതുണ്ട്. അതുള്ള അവരവരുടെ നാടുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തടസ്സമില്ലാതെ ഇനിയിപ്പോൾ എല്ലാവരോടും ചേർന്നാണെങ്കിൽ അവിടുത്തെ ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ഓരോ സ്റ്റാൻഡുകളും കാര്യങ്ങളും അവിടുത്തെ ഒരു രീതികളുണ്ടാവും. അവരുമായി സംസാരിച്ച് അവിടെ ഒതുങ്ങിക്കൂടാനല്ലേ പറ്റൂ. അപ്പൊ അവരെന്താ ചിന്തിക്കേണ്ടത്? കമ്പനിയല്ല വലുത്, ഞങ്ങളുടെ തൊഴിലാണ് വലുത്. ഒരു കമ്പനി ഞങ്ങൾക്ക് തരുന്ന ഓഫറുകൾ ഉള്ളത്രയും കാലം സ്വീകരിക്കുക എന്നുള്ളതല്ലേ അവർ വിചാരിക്കേണ്ടത്. ഇന്ന് കമ്പനിയുടെ വക്താക്കളായി ഇവരിപ്പം ഇന്ന് തിരുവനന്തപുരത്ത് സമരം നടക്കുന്നു, കൊച്ചിയിൽ യൂബറിനെതിരെ ആ തൊഴിലാളികൾ തന്നെ അവരെ വഞ്ചിച്ചു എന്നും പറഞ്ഞ് സമരം നടക്കുന്നു. ഇങ്ങനെ കോഴിക്കോട് സമരം നടക്കുന്നു. ഇതില് ഈ വാഹനം ഓടുന്നതിൻ്റെ അകത്തൊക്കെ ഒത്തിരി റേറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഓട്ടോറിക്ഷക്കാർക്ക് പോലും സത്യം പറഞ്ഞാൽ ഇവർ ചെയ്തു കൂട്ടുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ അംഗീകരിച്ച പ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ശരാശരി കോട്ടയത്ത് നിന്ന് 8 കിലോമീറ്റർ ആവറേജ് അല്ലേ മെഡിക്കൽ കോളേജ്, 160 രൂപ അവർക്ക് കിട്ടേണ്ടതാണ്. ഈ യൂബർ എന്ന് പറയുന്ന സാധനം എറണാകുളത്ത് നിന്ന് ഓട്ടോ എടുത്ത് ഇവിടെ വന്നിട്ട് പൈസ മേടിച്ചിട്ടാണ് കിട്ടുന്നത്. ഒരു സൈഡ് അവർ അംഗീകരിച്ച് മേടിച്ചാണല്ലോ, തിരിച്ചും ആ വഴിക്ക് പോവുക അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ട്രിപ്പ് കിട്ടിയാൽ അവർ മേടിക്കുന്നത് 100 രൂപ. അപ്പം പൊതുജനങ്ങളെ നമ്മൾ കുറ്റം പറയുന്നില്ല, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഡീസലിന് വില കൂടുന്നു, സ്പെയർ പാർട്സിന് വില കൂടുന്നു, ഇൻഷുറൻസ് വർധനവ് വരുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേന് അതിലൊന്നും ഞങ്ങൾക്ക് കുറവ് കിട്ടുന്നില്ല, ഒരു രീതിയിലും കുറവ് കിട്ടുന്നില്ല. ഞങ്ങൾ ആ മുടക്കേണ്ട കാശ് മുടക്കണം. ഏകദേശം 1,00,000 രൂപ ഒരു വർഷം ഒരു കാറ് അത് പുറത്തിറങ്ങി ഓടണമെങ്കിൽ സർക്കാരിലേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഇത് എവിടുന്ന് കിട്ടും? ഈ പരമ്പരാഗതമായി കിടക്കുന്ന തൊഴിലാളികളുടെ ജോലി അവരുടെ ജോലിക്ക് തടസ്സം വരുത്തിക്കൊണ്ട് അവരുടെ ആ പാർക്കിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിൽ വന്ന് ഇവർ ഓട്ടോ എടുക്കുമ്പോൾ എങ്ങനെ ആളുകൾ ഇവരുടെ അടുത്തേക്ക് സമീപിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. നല്ലൊരു പോളിസി സംവിധാനം ഇവർ കൊണ്ടുവന്നാൽ ഒരു പ്രശ്നവുമില്ല, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അത് ഒരിക്കലും നമ്മുടെ തൊഴിൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ആർട്ടിക്കൽ 23 നമ്മൾ പണിയെടുക്കുന്ന പൈസ അത് നമുക്ക് കിട്ടാനും അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരു ലേബർ ആക്ട് പ്രകാരമാണ് ഇവിടുത്തെ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. ഈ ലേബർ ആക്ടിന്റെ പരിധിയിൽ വരണമെങ്കിൽ അത് ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ആക്ട് പ്രകാരം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആക്ട് പ്രകാരം നമുക്ക് യൂണിയൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ തൊഴിലാളി അതിൻ്റെ കീഴിൽ വരുള്ളൂ. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാനോ അവരുടെ തൊഴിൽ മാർഗങ്ങൾ തടസ്സപ്പെടുത്താനോ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം
തൊഴിൽ നിയമത്തിൽ അവരുടെ തൊഴിൽ ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് എവിടെയും പോയി ജോലി ചെയ്യാം. ആ ഇത് പരിധിയിൽ വരണമെങ്കിൽ ഇവരൊരു ട്രേഡ് യൂണിയന്റെ ഭാഗമാവണം. ആ ഭാഗമാവണമെന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ ആളാണെന്ന് പറയുന്നതല്ല അതിൻ്റെ അകത്തെ ഘടകം. അവര് കൃത്യമായിട്ട് ആ ആ ഏതാണോ ട്രേഡ് യൂണിയനുകൾ അവർ നിശ്ചയിക്കപ്പെട്ട നിയമപ്രകാരമുള്ള അവരുടെ ഒരു മാസവരി കാര്യങ്ങളൊക്കെ അടയ്ക്കണം. കാരണം ആ യൂണിയനുകൾ പ്രവർത്തിക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാവണം. അപ്പൊ ആ ഒരു രീതിയിൽ അവരൊരു മെമ്പർഷിപ്പിന്റെ ഭാഗമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന തൊഴിൽ തടസ്സങ്ങൾ കൃത്യമായിട്ടും ഇവരുടെ അടുത്താണ് എത്തുക. ലേബറുമായി ബന്ധപ്പെട്ടിട്ടാണ് എത്തുക. അപ്പൊ ആ ലേബർ നിയമത്തിൽ തന്നെ ഇപ്പോൾ ഈ പോയി തടയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ തർക്കിക്കുന്ന ആളുകൾ വഴക്കുണ്ടാക്കുന്നവരല്ല കേട്ടോ. മാന്യമായിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് അതിന് റൈറ്റ്സ് ഉണ്ട്. അതൊരു ലേബർ നിയമമാണ്. അപ്പം ഇവർ ഇതിന്റെ പരിധിയിൽ വരില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇവര് ഇപ്പം പല സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഓൺലൈൻ ടാക്സിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അവരൊരിക്കലും ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോഴത്തേന് അവരൊരു കോൺട്രാക്ട് ബേസിൽ അവരുടെ ടൈമിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അതിന് ഒരു പ്രത്യേക സമയം ആ കമ്പനി ക്രമീകരിച്ചിട്ടില്ല. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അത് നമ്മുടെ സൗകര്യമാണ്. നമുക്ക് എനി ടൈം വേണേൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ ഉച്ചവരെ ഒരു ജോലി ചെയ്തിട്ട് യൂബറിന്റെ ആപ്ലിക്കേഷൻ അതൊരു കോൺട്രാക്റ്റ് ആണ്. അതിവർ മനസ്സിലാക്കിയാൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ തീരും. പക്ഷെ അവർ ഈ കോൺട്രാക്ട് ഓടുന്നത് കൂടെ തന്നെ അവർ പരമ്പരാഗത തൊഴിലാളികളാണെന്ന് അവർ മനസ്സിലാക്കണം. കാരണം അവരുടെ വാഹനത്തിന് കേരളത്തിൽ ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓടാനുള്ള പെർമിറ്റ് ഉള്ളവരാണ്. അപ്പൊ അവരിവിടെ വേർതിരിക്കരുത് ആളുകളെ. അവർ വേർതിരിക്കുകയും ചെയ്യരുത്. അവരുടെ തൊഴിൽ തടസ്സപ്പെടുത്താതെ ഇരുന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ശബരിമലയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ടാക്സികളൊക്കെ ഓടാറില്ലേ? അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ഈ സീസണുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ശബരിമല സീസണുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് യൂബറിനെക്കാട്ടിൽ കൂടുതൽ കള്ള ടാക്സി എന്ന് പറയും. അതായത് നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് എടുത്തിരിക്കുന്ന വാഹനം, ആ വാഹനം ടാക്സി ആയിട്ട് ഓടുക, കള്ള ടാക്സി ആയിട്ട് നിയമം ലംഘിക്കപ്പെട്ടുകൊണ്ട് ടാക്സ്, ഇൻഷുറൻസ് ഇതെല്ലാം പെർമിറ്റ് ഒന്നുമില്ലാതെ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാം, അത് സ്വകാര്യ ആവശ്യത്തിനുള്ളതാണ്. അതിനുപരിയായിട്ട് ഒരു ടാക്സി മേഖലയുടെ ഭാഗമാകാതെ ഇവർ കള്ള ടാക്സി ആയിട്ട് ഓടുക. ഇപ്പൊ യൂബറും ഇവരും അതോടൊപ്പം തന്നെ ഈ നിയമവിരുദ്ധ റെന്റക്കാരും ഒക്കെ ഈ ശബരിമലയിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പം ഉദാഹരണത്തിന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സീസണോടനുബന്ധിച്ച് ഏതാണ്ട് 400ഓളം വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അവര് റെയിൽവേക്ക് ഏതാണ്ട് 13,000 രൂപ അല്ലേ, 13,000 രൂപ അടയ്ക്കണം. ഇത് കൂടാതെ ആ കൗണ്ടറിന്റെ ചെലവിനും മറ്റു കാര്യങ്ങൾക്കും അവർ 3,000 രൂപ അടയ്ക്കണം. അത് ഇവിടെ രണ്ട് സിസ്റ്റമാണ്. അതായത് ഈ ടൗൺ പരിധിക്കകത്തുള്ള ഒരു 6 കിലോമീറ്ററിനകത്തുള്ളവർ ഇന്നായിട്ടും അതിന് പുറത്തുള്ളവർ ഔട്ടായിട്ടുമാകും പുറത്തുള്ള സ്റ്റാൻഡുകൾ. അപ്പൊ ഈ ഇന്നുകാർക്ക് ഒരു ചെറിയ കണ്ണുവട്ടം ഉണ്ട്. പക്ഷെ മറ്റവർക്ക് എന്നാൽ ഇതിന്റെ ചെലവ് വരുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു ഈ സീസൺ തീരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഈ പൈസ മുടക്കുന്നവരെ വരും. അപ്പൊ ഈ ഇതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് കോട്ടയത്ത് നിന്ന് കളക്ടർ അടങ്ങുന്ന സമിതി ഒരു കോർഡിനേഷൻ സംവിധാനമുണ്ട്. ആ കോർഡിനേഷൻ അത് എറണാകുളത്തും ഉണ്ട്, ചെങ്ങന്നൂരും ഉണ്ട്. അപ്പൊ അവർ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. യൂബർ പോലുള്ള വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വൺ സൈഡ് ട്രിപ്പ് അങ്ങോട്ട് എടുക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭാഷയുടെ പ്രശ്നമൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാ ഭാഷ അറിയില്ല. ഡ്രൈവർമാരുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ പല ഡ്രൈവർമാർക്കും മർദ്ദനമേറ്റ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവര് നേർപകുതിയിലേക്ക് പോകും. അവർക്ക് അവിടെ നിന്ന് റിട്ടേൺ എടുക്കാനുള്ള സോഴ്സ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാവും. അപ്പം ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കള്ള ടാക്സി, റെന്റ് കാർ ഇതൊക്കെ ശബരിമലയിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക സജ്ജീകരണം ഇലവങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇത് ചെയ്യുന്നു. അവിടെ ഇതിനു വേണ്ടി ഒരു കൗണ്ടർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിയമവിരുദ്ധ സംവിധാനത്തിലൂടെ വരുന്ന വാഹനങ്ങളെ പരിശോധിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ അയ്യപ്പന്മാരാണ് എപ്പോഴും ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഭക്തിയുടെ മാർഗത്തിൽ വരുമ്പോഴത്തേനും അത് ഭക്തിയാക്കി മാറ്റും. എന്നാൽ ഇതൊന്നും പെടില്ല, ഞങ്ങളൊന്നും ഇതിൻ്റെ അകത്തൊന്നും പെടില്ല, ഞങ്ങൾക്ക് ഭക്തിയുമില്ല അല്ലാത്തതുമില്ല. പക്ഷെ മോട്ടോർ വാഹന വകുപ്പ് എപ്പോഴും അതിപ്പം നമ്മുടെ മന്ത്രിയാണേലും പറയും അവിടെ വരുന്ന വാഹനമൊന്നും തറയണ്ട, അത് നമ്മുടെ അതായത് ഇതൊരു കേരളത്തിന്റെ വരുമാനമായിട്ട് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഇതുപോലുള്ള വാഹനങ്ങളെ തടയുന്നതിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്നോട്ട് പോകും. പക്ഷെ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കാരണം നിയമം ഉണ്ടല്ലോ ഇവിടെ. ആ നിയമത്തിനെ ലംഘിക്കപ്പെടുന്നവർ പള്ളിയിൽ പോകുന്നുണ്ടോ, അമ്പലത്തിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം.
നിയമം പാലിക്കാൻ അവരെല്ലാവരും ബാധ്യസ്ഥരാണ്. ആ നിയമലംഘനം നടത്തുന്നതിന് അവിടെ ഒരു കൃത്യമായ ഒരു കൺട്രോൾ റൂം പോലെ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നാളെ തന്നെ നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ അയക്കാനിരിക്കുകയാണ്. അപ്പം ഈ ശബരിമല വിഷയത്തിൽ ഈ യൂബറുകൾ ഇതുപോലെ തന്നെ സർവീസുകൾ തുടരാനാണ് ഭാവമെങ്കിൽ നമ്മൾ ഇത്രയും കാലം ശബരിമലയിൽ വിവാദങ്ങളുടെ ഒരു ഭൂമിയായിരുന്നു. അതൊക്കെ ഒന്ന് കെട്ടടങ്ങി ഒരു സീസൺ കടന്നു വരുന്ന സമയമാണ്. വീണ്ടും അവിടെയും ഇതുപോലെ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊന്ന് ചോദിക്കാനുള്ളത്, സ്വകാര്യ വാഹനങ്ങളിൽ ഈ ലഹരി കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ അതിലുപരി ഇതുപോലുള്ള ടാക്സികളെ ആയിരിക്കാം ഒരുപക്ഷെ പോലീസ് ചേസ് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? ഈ നമ്മളെ ഇന്ന് അതായത് ഇപ്പം നിങ്ങളുടെ മാധ്യമങ്ങളാവട്ടെ, സർക്കാർ സംവിധാനങ്ങളാവട്ടെ, കേരളത്തിൽ നടക്കുന്ന ഇല്ലീഗൽ ക്രൈമുകളിൽ ടാക്സി വാഹനങ്ങളുടെ പങ്ക് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. വളരെ ഒരു 2% 3%. എന്നാൽ സ്വകാര്യ വാഹനങ്ങളിലാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കടത്ത്, കള്ളക്കടത്ത്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള എത്രയോ വാർത്തകൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം ഇതിനെല്ലാം കാതലായ ഒരു കാര്യം ഇതുപോലുള്ള സ്വകാര്യ വാഹനങ്ങൾ റെന്റിന് കൊടുത്തു. റെന്റിന് കൊടുത്തതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ കറുകച്ചാൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു പെൺകുട്ടിയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നിങ്ങളെല്ലാവരും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാഹനം ഇതുപോലെ റെന്റിനെടുത്ത വാഹനമായിരുന്നു. അത് ഓടിച്ചിരുന്ന ആള്, അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആള് മുൻകാലങ്ങളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരാളുമാണ്. അയാള് എന്തിന് ഈ സ്വകാര്യ വാഹനം? അപ്പൊ അയാളുടെ സേഫ്റ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കറുകച്ചാൽ പോലീസിൽ പരാതി സമർപ്പിച്ചു. അപ്പം ആ പരാതി ഞങ്ങൾ സമർപ്പിച്ചത് അവർക്കെതിരെ കേസെടുത്തു. ഇതൊരു ലേഡിയുടെ, എറണാകുളത്തുള്ള ഒരു ലേഡിയുടെ പേരിലായിരുന്നു ഈ വാഹനം. ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലുള്ള പരിപാടി ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. ഇവരുമായിട്ട് ഒരു ധാരണയിൽ മാസ റെന്റിന് അവരെടുത്തിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അത് പോലീസ് റിപ്പോർട്ടും കാര്യങ്ങളും എഴുതി വന്നപ്പോൾ ഇതെല്ലാം മാറി. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടിയാൽ പോരെ, പോകാനുള്ളത് പോയി എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇനി ഞങ്ങൾ അതിൻ്റെയും പിന്നാലെയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ നിയമവിരുദ്ധ സംവിധാനങ്ങൾ നടത്തുന്നവൻ അവൻ ശിക്ഷിക്കപ്പെടണം. അത് ഞങ്ങൾക്ക് അത് അങ്ങനെ ഇപ്പം ഞാൻ ശിക്ഷിക്കപ്പെടണം. അത് നമ്മൾ ഇത് കൃത്യമായിട്ട് പറയുന്നത്. ഇല്ലാത്ത ഒരു സംവിധാനത്തെ മറ്റുള്ള മാർഗങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളും പോലീസും മോട്ടോർ വാഹന അധികാരികളും ഒക്കെ സഹായിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പം ഈ പൊൻകുന്നത്ത് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വഴിയുടെ സൈഡിൽ നിന്ന് ഫോൺ ചെയ്ത ഒരു പയ്യനെ ഇതുപോലെ ഇടിച്ചു പോകുന്നു. ആ വാഹനം ഒരിക്കലും ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച്, അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് റജി. അദ്ദേഹം നേരിട്ട് ചെന്ന് അവിടെ ഒരു അമ്പലത്തിൽ നിന്നും ശബരിമലയ്ക്ക് പോകാൻ നിന്നാണ് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോൾ, ഞങ്ങൾ ഇതിൽ പോകുന്നില്ല, ഞങ്ങളുടെ വണ്ടിയല്ല പോകുന്നതെന്ന് പറഞ്ഞു. അവരത് പിന്തിരിഞ്ഞു. ആ വാഹനം ഞങ്ങൾ ഇതുപോലെ പരാതി കൊടുത്തതിന് ശേഷം ആ വാഹനമാണ് ഈ പിള്ളേർ കൊണ്ടുവന്ന് 3 പിള്ളേരും കണ്ട് യാത്ര ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. അവര് ഇതുപോലെ കൊണ്ട് ഇടിപ്പിച്ചു കൊന്നു. ആ വാഹനത്തിന്റെ ഉടമയ്ക്ക് 20ഓളം വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളുണ്ട്. അയർക്കുന്നം സ്വദേശിയാണ് അയാൾ. ഈ നാട്ടിൽ വന്ന് ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പലിശയ്ക്കൊക്കെ കൊടുത്ത് ഇന്ന് അവിടുത്തെ ഒരു വലിയ ധനികനായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. അപ്പം ഇവിടെ ഇല്ലീഗൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ഒരു വലിയ പങ്കുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എയർപോർട്ടിലൊക്കെ പോകുന്നവരാണല്ലോ. രാത്രി കാലങ്ങളിൽ നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോയാൽ ടാക്സി വാഹനങ്ങളാണ് പോലീസ് കൈ കാണിച്ച് നടത്തുന്നത്. സ്വകാര്യ വാഹനത്തെ പോയി പോലീസ് കൈ കാണിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അവർക്ക് ഫ്രീഡമാണ്. എന്നാൽ ഈ ടാക്സി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാനദണ്ഡങ്ങളും, അതായത് ഒരു രീതിയിലും സർക്കാരിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നവരല്ല. പൊല്യൂഷനായിട്ട് ഒന്നും, സീറ്റ് ബെൽറ്റ് എല്ലാം, ഇതൊന്നുമില്ലാതെ വരുന്ന വാഹനങ്ങളെ ഇവർ ഫാൻസി നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഇവർ മിണ്ടില്ല. എന്നാൽ അതിൻ്റെ അകത്താണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. രാത്രി കാലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും കൃത്യമായിട്ട് പരിശോധന നടത്തണം. അത് അതിൻ്റെ അകത്ത് വാഹനത്തിന്റെ കാറ്റഗറി നോക്കണ്ട. അതുപോലെ നമുക്ക് ഈ പോലീസിനും RTOയ്ക്കും ഒരു ബുക്കുണ്ട് രാത്രി കാലങ്ങളിൽ. അതിൽ ഇവരുടെ ലൈസൻസ് നമ്പർ അടക്കം, ആ വരുന്ന ഡ്രൈവറുടെ ലൈസൻസ് നമ്പർ അടക്കം, യാത്രക്കാരുടെ ഡീറ്റെയിൽ അടക്കം കുറിച്ച് വെച്ചാൽ അത് വലിയൊരു നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആളുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ കിട്ടാനും ഒക്കെ സൗകര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നിയമവിരുദ്ധ സംവിധാനം കണ്ടുപിടിക്കാനും സാധിക്കും. ഇദ്ദേഹത്തിൻ്റെയൊക്കെ നാട്ടിൽ, ഇദ്ദേഹം നമ്മുടെ കോട്ടയം ജില്ലയുടെ ട്രഷറാണ്, അജി എന്നാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെയൊക്കെ നാട്ടിൽ അദ്ദേഹം ഒരു വണ്ടി
ഉണ്ട് അദ്ദേഹത്തിന്. ഈ വാഹനം മാസത്തിൽ ഒരു ഓട്ടോ അല്ലെങ്കിൽ 2 ഓട്ടോ ആവും. അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഓട്ടമില്ലാഞ്ഞിട്ടല്ല, അവിടേക്കും യൂബറും കള്ള ടാക്സിയും റെൻ്റാ കാറും എല്ലാം കടന്നുകൂടി. ഇദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, വാക്കിൽ സ്വദേശിയാണ്. കോട്ടയം ടൗണുമായിട്ട് 6 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ ഈ ലുലുമാൾ വന്നപ്പോഴത്തേന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ഈ വഴി എതുവഴി ഓട്ടം പോയാലും അതിൻ്റെ പരിസരത്താണ്. അദ്ദേഹം ജീവിക്കണ്ടേ, കുട്ടികളെ വളർത്തണ്ടേ. അപ്പം അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓണായി കിടക്കുന്നു. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കോട്ടയത്ത് ആ ലുലുമാളൊക്കെ വന്നപ്പോൾ സന്തോഷമായിരുന്നു എല്ലാവരും. ജീവിതത്തിലൊക്കെ ഇച്ചിരി മാറ്റങ്ങൾ വരും. പക്ഷെ ഇവിടുത്തെയുള്ള ആൾക്കാർക്ക് ഈ മേഖല പണിയെടുക്കുന്നവർക്ക് പറ്റുന്നില്ല. കാരണം ഇതെല്ലാം വന്നിട്ട് ഈ സംവിധാനത്തിലൂടെ ഇവർക്ക് ഓടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതിനെയൊക്കെ സർക്കാർ ഒരു ലിമിറ്റേഷൻ വെച്ച്, ഇപ്പം യൂബർ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർ ഓടട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. ആ ലൈസൻസ് ഉണ്ടായിരിക്കണം, അതാണ് ഒന്ന്. പക്ഷേ അവർക്കൊരു പരിധി നിശ്ചയിക്കപ്പെടണം. ആ പരിധി നിശ്ചയിക്കപ്പെട്ടുകൊണ്ട് അതിനൊരു കൺട്രോളിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി ഇത് നടത്തിയാൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഗതാഗത വകുപ്പ് മന്ത്രിയുടെ 3 ദിവസത്തെ പ്രസ്താവനകളും വ്യത്യസ്തമായിരുന്നു. ആ 3 ദിവസത്തെ പ്രസ്താവനകളിലും അദ്ദേഹം ആദ്യം ഇതിന് ഓടാൻ അനുവാദമുണ്ടെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ഇതിന് അനുവാദമില്ലെന്ന് പറഞ്ഞു, 3-ാമത്തെ ദിവസം ഇത് തടയുന്നവരുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ലേബർ ആക്ടിൽ നമ്മുടെ തൊഴിൽ തടഞ്ഞാൽ നമുക്ക് പ്രൊവിഷനുണ്ട്, അതേ അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അവർ തടഞ്ഞു, പക്ഷെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ലൈസൻസ് കട്ട് ചെയ്യുമെന്നും അല്ലെങ്കിൽ പെർമിറ്റ് കട്ട് ചെയ്യുമെന്നൊക്കെ അദ്ദേഹത്തിന് മാധ്യമങ്ങളെയും ജനങ്ങളെയും സുഖിപ്പിക്കാൻ പറയാം. പക്ഷെ നിയമപ്രകാരം ഒരു കാര്യവും സാധ്യമാവില്ല. അത് ഇവിടുത്തെ കോടതികൾ തീരുമാനിക്കും, കോടതികൾ ചെയ്യും. അപ്പം എനിക്ക് ഇത് പറയാനുള്ളത്, ഇപ്പം ഇത് നിയമവിരുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുക. നാളിതുവരെ സർക്കാരിനെ പറ്റിച്ച തുകകൾ കമ്പനിയെ കൊണ്ട് അടപ്പിക്കുക. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കുക. എല്ലാവരും അതുമായിട്ട്